ആനായ ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ശാഫിഈ മദ്ഹബിലെ ആധികാരിക ശബ്ദമല്ലേ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടേത്. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഒരാൾ നമ്മളോടൊരു വിഷയത്തിൽ മസ്അല ചോദിച്ചാൽ നാം അതിനു വേണ്ടി അവലംബിക്കാറുള്ളത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ബുവൈത്തി എന്ന കിതാബ് അല്ല, അവിടുത്തെ കിതാബുൽ ഉമ്മ അല്ല, അവിടുത്തെ ശിഷ്യന്മാർ എഴുതി വെച്ച കിതാബുകളുമല്ല. മറിച്ച് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഒരാൾ നമ്മോട് മസ്അല ചോദിച്ചാൽ ഏറ്റവും പെട്ടെന്ന് നാം അവലംബിക്കുന്നത് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിച്ചിട്ടുള്ള തുഹ്ഫത്തുൽ മിൻഹാജ്, അതേ തുഹ്ഫത്തുൽ മുഹ്താജ് ബി ശറഹിൽ മിൻഹാജ്, ഇമാം നബവിയുടെ മിൻഹാജിന്റെ ശറഹായി ഇബ്നു ഹജർ തങ്ങൾ എഴുതിയിട്ടുള്ള തുഹ്ഫയാണ്. ശാഫിഈ മദ്ഹബിലെ ആധികാരിക ശബ്ദമാണ്. ആ ഇബ്നു ഹജർ തങ്ങൾക്കൊരു കിതാബുണ്ട്, അസ്സവാജിറു അൻ ഇക്തിറാഫിൽ കബായിരി, വൻദോഷങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് തടയുന്ന ഗ്രന്ഥം, തടയുന്ന കാര്യങ്ങൾ. ഈ കിതാബിൽ 500-ൽ ചില്ലാനം വൻദോഷങ്ങളെ ബഹുമാനപ്പെട്ടവർ എണ്ണിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗനാൻ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളോട് വിരോധിക്കപ്പെടുന്ന തിന്മകളിൽ നിന്ന് വൻദോഷങ്ങളൊക്കെ നിങ്ങൾ വെടിയുകയാണെങ്കിൽ, വൻദോഷങ്ങൾ വെടിഞ്ഞ് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് നിങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന ചെറുദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് നാം പുറത്തു തരുന്നതാ. അടിവാരത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂങ്കാവനങ്ങളിൽ നിങ്ങൾക്ക് പ്രവേശനം നൽകുന്നതാ. അതിന് നിങ്ങൾ വൻദോഷങ്ങൾ ചെയ്യരുത്, വൻദോഷങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഏതാണ് കബീറത്ത്, വൻദോഷങ്ങളെന്ന് എണ്ണുന്ന കിതാബാണ് അസ്സവാജിർ. വൻദോഷങ്ങൾ 7 അല്ല, വൻദോഷങ്ങൾ 70 അല്ല, 500-ൽ ചില്ലാനം വൻദോഷങ്ങള് ഇബ്നു ഹജർ തങ്ങൾ തന്റെ സവാജിറിൽ എണ്ണിയിട്ടുണ്ട്. അതിൽ ഒന്നാമത് എണ്ണിയത് ഏതാണെന്നറിയുമോ? അൽ-ഇശ്റാകു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കലാ, പടച്ച റബ്ബിനോട് പങ്കു ചേർക്കലാ. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന സർവകാര്യങ്ങളും, ഇവിടെ നടക്കുന്ന സർവകാര്യങ്ങളും, ഇവിടെ സൃഷ്ടിക്കപ്പെട്ട സർവവസ്തുക്കളും അല്ലാഹുവാണതിൻ്റെ സൃഷ്ടാവ്. അല്ലാഹ് സൃഷ്ടിക്കാത്ത ഒന്നും ഇവിടെ നടക്കുന്നില്ല, സംഭവിക്കുന്നില്ല. ആർക്കൊക്കെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് പടച്ച റബ്ബറിഞ്ഞവന്റെ കുതിരത്ത് കൊണ്ട് അവൻ സൃഷ്ടിച്ചതാ. അല്ലാഹ് അറിയാതെ ഒരു കണിക പോലും അനങ്ങുന്നില്ല. ഇതാണ് തൗഹീദാണ് വിശ്വാസം. ഈ വിശ്വാസം നമുക്ക് രൂഢമൂലമാവണം. എന്തെല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലാഹു തന്നതാണ്, എന്തെല്ലാം നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പടച്ച റബ്ബ് സൃഷ്ടിച്ചതാണ്. എന്തും അല്ലാഹുവിൻ്റെ കുതിരത്തുകൊണ്ട്, അവൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹ് സൃഷ്ടിച്ചതാ. ഇതിൽ മറ്റൊരാൾക്കും ഒരു പങ്കുമില്ല. പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് അൽ-ഇശ്റാകു ബില്ലാഹ്. ഒരിക്കലും അല്ലാഹു അത് പൊറുക്കുകയില്ല, അത് അല്ലാഹു മാപ്പ് ചെയ്യുകയില്ല തൗബ ചെയ്യാതെ. ഓർത്തു നോക്കൂ, ഈ ലോകത്തിൻ്റെ നാനാഭാഗത്ത് മുസ്ലിം ഉമ്മത്തിന് എന്തെല്ലാം സംഭവിക്കുന്നു, എന്തെല്ലാം പീഡനങ്ങൾ സംഭവിക്കുന്നു, എന്തെല്ലാം നാശങ്ങളും നഷ്ടങ്ങളും സംഭവിക്കുന്നു. എല്ലാം റബ്ബറിഞ്ഞുകൊണ്ടാ, അവന്റെ കുതിരത്ത് കൊണ്ടാ, അവന്റെ ഇറാദത്ത് കൊണ്ടാ, അവൻ സൃഷ്ടിച്ചത് കൊണ്ടാ.
അല്ല സൃഷ്ടിക്കാതെ ഒരാൾക്കും ഒന്നും സംഭവിക്കൂല. കത്തി കൊണ്ട് ഒരാൾ മറ്റൊരാളെ വെട്ടുകയാണെങ്കിൽ വെട്ടപ്പെടുന്നതിൽ മുറിവുണ്ടാവണമെങ്കിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കണം. ഒരാൾ മറ്റൊരാളെ പ്രഹരിക്കുമ്പോൾ അടിക്കപ്പെടുന്നവന് വേദന ഉണ്ടാവണമെങ്കിൽ ആ സമയത്ത് അല്ലാഹു വേദന സൃഷ്ടിക്കണം. അടിച്ചത് കൊണ്ട് വേദനിക്കണമെന്നില്ല, മുറിച്ചത് കൊണ്ട് മുറിയണമെന്നില്ല. അതത് സമയത്ത് റബ്ബ് സൃഷ്ടിക്കുകയാ. ഈ വിശ്വാസത്തിന്റെ പേരാണ് തൗഹീദ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇതുകൊണ്ടാണ് 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാഹുവിൻ്റെ റസൂൽ നമ്മോട് ചൊല്ലാൻ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅ്തൈത, നീ തരുന്നതിനെ തടയുന്നവനില്ല. ലോകം മുഴുവനും വിലങ്ങിയാലും അല്ലാഹു നൽകുന്നത് തടയുന്നവനില്ല. വലാമുഴ്ത്തിയ ലിമാ മനഅത, നീ തടഞ്ഞത് കൊടുക്കുന്നവനില്ല. സർവ മനുഷ്യരും ജിന്നുകളും മലക്കുകളും ശക്തികളും ഒരുമിച്ച് കൂടിയാലും അല്ലാഹു തടഞ്ഞ ഒരു കാര്യത്തെ കൊടുക്കാൻ കഴിയില്ല. അല്ല കൊടുത്തത് തടയാൻ കഴിയൂല. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇതിങ്ങനെ ചൊല്ലുന്നത് എന്തിനാ? നമ്മുടെ വിശ്വാസം രൂഢമൂലമാവാനാ, ഹൃദയത്തിൽ ഉറക്കാനാ, തൗഹീദിന് ശക്തി കിട്ടുവാനാ പറഞ്ഞു വന്നത്. അതിനാൽ ഏറ്റവും വലിയ തെറ്റ്, പൊറുക്കാത്ത തെറ്റ് ശിർക്കാണ്. ആ ശിർക്കിനോട് അടുത്തുകൊണ്ട് പറഞ്ഞ ശിർക്ക് അസ്ഗറുണ്ട്. അതിനുശേഷം ഇബ്നു ഹജർ തങ്ങൾ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട 3 തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതേതാണെന്നറിയുമോ? അൽ ഗളബു വൽ ഹിഖ്ദു വൽ ഹസദു. ഇത് 3 പൂരകങ്ങളാ, ഒന്നിനോടൊപ്പം ഉണ്ടാകുന്നതാ. ഒന്നാമത്തെ ദേഷ്യമാണ്. ദേഷ്യം വല്ലാത്ത തെറ്റാണ്, ഗളബ് വല്ലാത്ത തെറ്റാണ്, വൻദോഷങ്ങളിൽ പെട്ടതാണ്. ആ ഗളബ് വല്ലാതെ മൂർച്ഛിക്കുമ്പോൾ അത് ഹിഖ്ദ് പകയായി മാറുന്നതാണ്. പകയും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ അസൂയ എന്ന് പറയുന്ന 3ാമത്തൊരു കാര്യമുണ്ടാകുന്നതാണ്. ഇത് 3ഉം പരസ്പരം പൂരകങ്ങളാ. അതുകൊണ്ട് ലാ തബാഗദു, നിങ്ങൾ പരസ്പരം ആരോടും വെറുപ്പ് വെക്കരുത്, ദേഷ്യപ്പെടരുത്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്, ആരോടും പകവെച്ചുകൊണ്ട് നടക്കരുത്. മറ്റൊരാൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകൾ എടുത്തു പോവണമെന്ന് ആഗ്രഹിച്ചുകൂടാ. ഏറ്റവും വലിയ തെറ്റാണ് വലബ്, ദേഷ്യം. ദേഷ്യം ശക്തിയായാൽ പിന്നതൊരു പകയായി മാറും. ഇക്കത് അതും ശക്തിയായാൽ പിന്നെന്താകും? അസൂയായി മാറും. ഇത് 3ഉം ഒരൊറ്റടിക്ക് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തെറ്റുകളുടെ കൂട്ടത്തിലെ വലിയ തെറ്റാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വഅദ് കേൾക്കാൻ വന്നവരല്ലേ? ഇത്രയും ദൂരെ യാത്ര ചെയ്തുകൊണ്ട് ഞാൻ വഅദ് പറയാൻ വന്നതല്ലേ? ഇത്ര പാടുപെട്ടുകൊണ്ടാണ് ഉസ്താദുമാർ ഈ പരിപാടി സംഘടിപ്പിച്ചത്. എന്തെല്ലാം ത്യാഗം ചെയ്തുകൊണ്ടാണ്. നമുക്കൊരു കാര്യം വേണ്ടേ? അതിന് ഞാൻ ഒന്നാമത് പറയുന്നു, ദേഷ്യപ്പെടരുത്, ആരോടും ദേഷ്യപ്പെടരുത്. തീരെ ദേഷ്യപ്പെടാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഉഗ്ളിബ വലൻ യഗ്ളബ് ഫഹുവ ഹിമാർ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളെ ദേഷ്യം പിടിപ്പിക്കപ്പെട്ടു, ദേഷ്യം ഉണ്ടാകുന്ന കാര്യമാണ് അവനോട് ചെയ്തത്. എന്നിട്ട് വലൻ യഗ്ളബ്, അവളും അവൻ ദേഷ്യം ഒന്നും പിടിച്ചില്ല. ഫഹുവ ഹിമാറുൻ, അവൻ കഴുതയാണ്. കഴുത എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടല്ലോ. പൂച്ചൻ്റെ കാര്യ, കഴുതയും ശുദ്ധിയുള്ള ജീവിയാണ്,
പൂച്ചയും ശുദ്ധിയുള്ള ജീവിയാണ്. കഴുതയും ബുദ്ധിയില്ലാത്ത ജീവിയാണ്, പൂച്ചയും ബുദ്ധിയില്ലാത്ത ജീവിയാണ്. ഒരാൾ പൂച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെടുക, കഴുത എന്ന് പറഞ്ഞാലോ അപ്പം തന്നെ മനസ്സിലായില്ലേ കഴുതക്ക് എന്തോ ഒരു കുറവുണ്ട് അല്ലേ? ഈ ഒരു പൂച്ചയെ പോലെ എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാ, എന്നാൽ പിന്നെ നീ ഒരു കഴുതയെ പോലെ എന്ന് പറഞ്ഞാലോ പ്രശ്നം. അപ്പോൾ തീരെ ബുദ്ധിയില്ലാത്ത ഒരു പ്രത്യേക തരം ജീവിയാണ് കഴുത. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ കഴുതയോട് ഭമിച്ചിട്ടുണ്ട്. അപ്പോൾ ദേഷ്യം പിടിക്കേണ്ട സമയമുണ്ട്, പക്ഷേ ദേഷ്യം വേണം, എത്രത്തോളം അത്രത്തോളം. ദേഷ്യം പിടിക്കാൻ പാടില്ല, എത്രത്തോളം അത്രത്തോളം. അപ്പോൾ ആവശ്യം. അതേ സമയത്ത് മൻ ഉർദിയ ഫലൻ യർള ഫഹുവ ശൈത്വാനുൻ. ഒരാളോട് പൊരുത്തപ്പെടാൻ പറഞ്ഞു. എന്താ പൊരുത്തപ്പെടാൻ പറഞ്ഞു? എൻ്റെ ഒരു തെറ്റ് പറ്റിയതാണ്, നിങ്ങളിത് പൊരുത്തപ്പെടണം, ക്ഷമിക്കണം, മാപ്പ് തരണം. ഞാൻ പൊരുത്തപ്പെടൂല, ഞാൻ ക്ഷമിക്കൂല, ഞാനത് ഒക്കെ മാറ്റി വെച്ച് ആ വർത്താനേ പറയണ്ട. ഫഹുവ ശൈത്വാനുൻ. ഓൻ ശൈത്താനാ, മനുഷ്യനല്ലാന്ന്. പൊരുത്തപ്പെടാൻ പറഞ്ഞിട്ട് പൊരുത്തപ്പെടാത്ത മനുഷ്യനുണ്ടല്ലോ, അങ്ങനെ ചില ആൾക്കാരില്ലേ. നമ്മൾ ഇങ്ങനെ പൊരുത്തപ്പെടൂലാരാണ്? അവൻ മനുഷ്യനല്ല, അവൻ പിശാചാണ്. അല്ലാഹു തആല അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരന്മാരെ, പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സ്വഭാവ ഗുണങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാവണം നമ്മൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പരമാവധി കഴിയുന്നത്ര സ്വഭാവങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള ആ ദേഷ്യവും അതൊക്കെ നിയന്ത്രിച്ച് നല്ല സഹനവും സമാധാനവും സഹിഷ്ണുതയും ഉള്ളവരാ